സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. നാളെയും മറ്റന്നാളും 3 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ആണ് റെഡ് അലർട്ട്. അതേസമയം ഇന്ന് പലയിടങ്ങളിലും മഴ തുടരുന്ന സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയത്തും പത്തനംതിട്ടയിലും കനത്ത മഴയാണ് ലഭിച്ചത്. വെള്ളക്കെട്ടുകൾ അടക്കം രൂപപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തിരുന്നു. ഇന്ന് സംസ്ഥാനത്ത് പലയിടങ്ങളിലും മഴ തുടരുന്ന സാഹചര്യമുണ്ട്. വരും ദിവസങ്ങളിലും മഴ തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ആര്യ ആർ ദേവനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആര്യ, ഇപ്പോഴും മഴ തുടരുന്ന സാഹചര്യമുണ്ട്, അതിൽ കുറവുണ്ടാകില്ല, വരും ദിവസങ്ങളിലും കൂടുതൽ മഴ ലഭിക്കും എന്നാണോ ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്? തീർച്ചയായും അഭിലാഷ്, വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പെരുമഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് വരുന്നത്. ഈ വരുന്ന ദിവസങ്ങളിൽ, അതായത് പ്രത്യേകിച്ച് നാളെയും മറ്റന്നാളും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും അതിശക്തമായ മഴ ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ നൽകുന്നത്. നാളെയും മറ്റന്നാളും 3 ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ വിവിധ ജില്ലകളിൽ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പും നാളെയും മറ്റന്നാളും വരുന്നുണ്ട്. ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പാണെങ്കിൽ പോലും ആ റെഡ് അലർട്ടിന് സമാനമായിട്ടുള്ള ജാഗ്രത വേണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇനി വിവിധ ജില്ലകളിലെ മഴ മുന്നറിയിപ്പ് അലർട്ടുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 3 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് മുന്നറിയിപ്പാണ് ഉള്ളത്. അതേസമയം തന്നെ നാളെയും മറ്റന്നാളുമാണ് സംസ്ഥാനത്ത് അതിശക്തമായ മഴ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. എങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുണ്ട്. മറ്റന്നാളിലും നാളെയും കണ്ണൂരും കാസർഗോഡും ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇനി മെയ് 20-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് മുന്നറിയിപ്പുമാണ് നൽകിയിട്ടുള്ളത്. ബാക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പാണെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റെഡ് അലർട്ടിന് സമാനമായ രീതിയിലുള്ള മഴ ലഭിക്കുമെന്നുള്ളതാണ് പറയുന്നത്. 21-ാം തീയതി 9 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. 22-ാം തീയതി 3 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പത്തനംതിട്ടയിലും അതേസമയം ഇടുക്കിയിലും കോട്ടയം ജില്ലയിലുമാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ മത്സ്യബന്ധനത്തിന് കടലിൽ പോകരുത് എന്നുള്ള ഒരു അറിയിപ്പ് കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ ഇതിനോടകം തന്നെ അതിശക്തമായ മഴയാണ് പല സ്ഥലത്തും രേഖപ്പെടുത്തുന്നത്. ഇത് വരും ദിവസങ്ങളിലും കൂടുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അഭിലാഷ്, കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് അടുത്ത ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിക്കും. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രവചിക്കുന്നത്.